പുസ്തകം ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് 8ലും 9ലെയൊക്കെ പുസ്തകത്തിനകത്തിൽ നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പച്ചയുണ്ട്, നീലയുണ്ട്, ചുവപ്പുണ്ട്. പക്ഷെ എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഇതാണ്, ഇത് ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ എങ്ങനെ അടിച്ചു പോകും? അല്ലെ പിന്നെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മൾട്ടി കളറിലാക്കണം. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ ഉള്ളൂ. പേടിക്കണം. അപ്പൊ ഒരു പേരൊക്കെ തരും കേട്ടോ. ചോദ്യം ഇതാണ്, ഇൻ ദ പിക്ചർ ബിലോ. കുട്ടിയിരിക്കും ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ. അപ്പൊ പിക്ചറിന് പേര് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ തൽക്കാലം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പിക്ചറിന് ഇങ്ങനെ പേര് കൊടുക്കുന്നു, ABC. ഇത് P, ഇത് Q. ഇനി എഴുന്നേറ്റ് ചോദിക്കരുത്, സാർ ഇങ്ങനെ തന്നെ പേര് കൊടുത്താലേ കണക്കിന്റെ ആൻസർ കിട്ടും. കുട്ടി അവിടെ കിടപ്പുണ്ടെന്ന് എഴുതണ്ട, ക്ലാസ് ടീച്ചേഴ്സ് ആണ്. ഓക്കെ. ഇൻ ദ പിക്ചർ ബിലോ ഞാണല്ലോ പിക്ചർ. വായിച്ചാട്ടെ. ദ ഗ്രീൻ ലൈൻ ആരാണ്? നിങ്ങളുടെ പടത്തിനകത്തിലെ ഗ്രീൻ ലൈൻ ഇവിടെ ആരായിട്ട് വരും? PQ. ഗ്രീൻ ലൈൻ ആരാണ്? PQ ആണ് നമ്മുടെ ഗ്രീൻ ലൈൻ. ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബ്ലൂ ട്രയാങ്കിൾ. ട്രയാങ്കിൾ മൊത്തത്തിൽ നീലയാ. ഏത് ട്രയാങ്കിൾ? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ മൊത്തത്തിൽ എന്ത് കളറിലാണ്? നീല കളറില. നീല കളറിലുള്ള ട്രയാങ്കിളിന്റെ ഏത് സൈഡിനോട്? റൈറ്റ് സൈഡ്. അതേതാ റൈറ്റ് സൈഡ്? AC. ആരാണ്? അപ്പൊ AC എന്ത് കളറിലാണ്? AC മാത്രമല്ല, ബ്ലൂ കളറിൽ. AC, ABയും BCയും എല്ലാം ബ്ലൂ കളറിലാണ്. പക്ഷെ നമുക്ക് പ്രാധാന്യം ഇതിനായതുകൊണ്ട് അതിനെ മാത്രം എടുത്തിരിക്കും. ഇനി എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. എന്ന് വെച്ചാ ലെഫ്റ്റ് സൈഡ്. ഇതിലേതാ ലെഫ്റ്റ് സൈഡ്? ഏതാ ഇത്? ലെഫ്റ്റ് സൈഡ് ഏതാ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. ഇതാ ഉദ്ദേശിക്കുന്നത് AB. ഏതാണ്? ABയെ കട്ട് ചെയ്യുന്ന രണ്ട് പീസായിട്ടല്ലേ മുറിക്കുന്നത്? ഏതൊക്കെയാ രണ്ട് പീസ്? BPയും APയും. ഇവരുടെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് കണ്ടുപിടിക്കണം. ഒന്നുകൂടെ, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്തുള്ള മറ്റൊരു വരയാണ് PQ. അയാളെ പടത്തിൽ എന്ത് കളറിൽ കാണിച്ചിരിക്കുന്നു? ഗ്രീൻ കളർ. അയാൾ ആരോട് പാരലാണ്? AC-യോട് പാരലാണ്. ഇനി കുറച്ച് മെഷർമെന്റ് വന്നിട്ടുണ്ട്. BQ 3, QC 5, AB 6. ഞാൻ ABയെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്, BP എന്നും AP എന്നും. അവരുടെ രണ്ടുപേരുടെയും എന്ത് കണ്ടുപിടിക്കണം? നീളം കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചൊരു ഐഡിയ. ഈ PQ ആർക്ക് പാരലല്ല? AC-ക്ക്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന മറ്റൊരു വര. ഈ രണ്ട് സൈഡുകളെ, ഏത് രണ്ട് സൈഡുകളെ? ABയെയും BCയെയും ബാക്കി നിങ്ങൾ പറയാം, ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ആണോ? അപ്പൊ അങ്ങനാണെങ്കിൽ BQ ബൈ QC ഈക്വൽ BP ബൈ BA ആണോ? ഏതാ? BQ ബൈ BC. BQ ബൈ BC ഈക്വൽ BP ബൈ BA ആണോ? ആണോ? BQ ബൈ BC ഈക്വൽ BP ബൈ BA ആണോ? ആണോ? ഇനി ബോർഡിലേക്ക് നോക്കിയിരിക്കുക. അറിയാവുന്നവരുടെ അളവ് മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞാട്ടെ. BQ എത്ര? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലും അല്ല മനസ്സിലാകത്ത എത്രയാണ്? 3 ബൈ BC എത്ര? BC 8 ഈക്വൽ BP അറിയത്തില്ല, ബൈ BA 6. സംശയമൊന്നുമില്ലല്ലോ. ഇതിൽ ഈ BP അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 6 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരായോ? 3 into 6 ഈക്വൽ 8 into BP ആണോ? അപ്പൊ BP ഈക്വൽ 3 into 6 ഡിവൈഡഡ് ബൈ, ഈ ഡിവൈഡ് ബൈ 8 എങ്ങനെ വന്നു? ഇപ്പുറത്ത് ഇൻഡു ചെയ്തേക്കുന്നത് ഇവിടെ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇതിൽ വല്ലൊരു മെട്ടാൻ പറ്റൂ?
ആ 6ഉം 8 കൂടെ വെട്ടാൻ പറ്റും. എത്ര ഉണ്ട്? 2 3 6 2 4 8. ഇനി വെട്ടാൻ പറ്റുമോ? അപ്പൊ 9/4. 9/9 നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 2 8 ശിഷ്ടം 1. പോയിന്റ് ഇട്ടു, 0 ഇട്ടു. 4 2 8 2 20 4 5 25. 4 5 20. അപ്പൊ എത്ര ഇട്ടു ആൻസർ? 2. അപ്പൊ ആരുടെ വില കിട്ടി? ബി പി യുടെ വില കിട്ടി 2.25 ആണ്. അല്ല, ഇനി പി എയും കൂടെ വേണ്ടേ? നോക്ക, പി എയുടെ വില കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം, മൊത്തം നീളം എത്ര ഉണ്ട്? 6. ആ 6ൽ നിന്ന് 2.25 എന്ത് ചെയ്താൽ മതി? ഈ 6 എന്ന് പറഞ്ഞാൽ അത് 6.00 അല്ലേ? അത് അങ്ങനെ കഴിയുന്നു. എങ്കിലേ ഡെസിമൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് 2.0 5 കുറയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പുറത്തും എടുക്കാന്ന് വെച്ചാൽ അവിടെ തെണ്ടി പാപ്പരായിട്ടിരിക്കുകയാണ് അല്ലേ? അതിന്റെ ഇപ്പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഇത് 5 ആയി. അത് ഇവിടെ കൊണ്ടുവന്ന് 10 ആക്കി. അതിൽ നിന്ന് ഒന്നെടുക്കുമ്പോ ഇവിടെ 9ഉം ഇവിടെ 10ഉം. 10ൽ നിന്ന് 5 പോയാൽ 5, 9ൽ നിന്ന് 2 പോയാൽ 7, 5ൽ നിന്ന് 2 പോയാൽ ആൻസർ 3.75 സെന്റിമീറ്റർ. അപ്പൊ കട്ട് ചെയ്യുന്ന 2 പീസിന്റെ ലെങ്ത് കിട്ടിയില്ലയോ? ഇങ്ങനെയാണ് അവിടെ ആൻസർ എഴുതി വെച്ചേക്കാൻ. നോക്കി, ആണോ? എന്തെങ്കിലും തിരുത്തൽ വല്ലതും വരുത്താനുണ്ടോ? വരുത്താനുണ്ടോ? ഇല്ല. ഓൺലൈൻകാർക്ക് 2. ശരി. കഴിഞ്ഞ കണക്കാരായിരുന്നു വായിച്ചത്? കഴിഞ്ഞ കണക്ക് അനാമികയാണ് വെച്ചത്. ഇനി ആ മാഡം നിർത്തി വായിക്കൂ ചോദ്യം. ബോർഡിലേക്ക് നോക്കണം. ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന ABCD ആരാണ്? 8ാം ക്ലാസ്സിൽ വളരെ വിശദമായി പഠിച്ചതാണ് പാരലോഗ്രത്തെ കുറിച്ച്. അറിയാവുന്ന ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് കാഴ്ചക്ക്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ 2. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. 3. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ. ഇത്രയും പ്രത്യേകതയുള്ള ആളിനെ വിളിക്കുന്ന പേരാണ്. ഇതിൽ നമുക്ക് ഏതായിരിക്കും ആവശ്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഉണ്ടോ? നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് പാരലൽ ലൈൻസ് ഒന്നല്ലേ? അപ്പൊ നമുക്ക് ഏതായിരിക്കും ആവശ്യം വേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്നുള്ളതായിരിക്കും. അപ്പൊ ഇവിടെ ആരൊക്കെയായിരിക്കും പാരലല്? AB-യും CD-യും പാരലലാണ്. AB-യും CD-യും. അടുത്തത് AD-യും BC-യും എന്താണ്? ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ ABCD ഒരു പാരലോഗ്രമാണ്. അതിൽ ഈ 2 കാര്യം എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ABCD ഒരു സാമാന്തരികമാണ്. അപ്പൊ അതിനകത്തിൽ ഇങ്ങനെ 2 കണ്ടീഷൻ ഉണ്ട്. കുട്ടി ബാക്കി വായിക്കൂ. ചേച്ചി രമണ്ട കാര്യം പറയാം. എന്തോ നോക്കിക്കേ. ദ ലൈൻ ത്രൂ ദ പോയിന്റ് P ഓൺ AB. അതായത് ഈ AB എന്ന് പറയുന്ന ലൈനേലെ ഒരു പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? P. പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. AB എന്ന് പറയുന്ന ലൈനേലെ ഒരു പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? ആ P-യിലൂടെ എന്ത് വരച്ചു? ഒരു ലൈൻ വരച്ചു. എന്ത് വരച്ചു? എങ്ങനെ? പാരലൽ ടു BC. ആർക്ക് പാരലായിട്ട്? അപ്പൊ ആർക്ക് പാരലാണ്? PQ. PQ BCക്ക് എന്താണ്? പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ AC എന്ന് പറയുന്ന ഡയഗണലിനെ, വികർണത്തിനെ എവിടെ കൂട്ടിമുട്ടി? Qവിൽ കൂട്ടിമുട്ടി. എവിടെ കൂട്ടിമുട്ടി? അത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് വായിക്കൂ. ഇനി അതുപോലെ AD എന്ന് പറയുന്ന സൈഡിലെ ഒരു പോയിന്റ് ആണ് R. ആരാണ്? ആറിലൂടെ എന്ത് വരച്ചു? ഒരു ലൈൻ വരച്ചു. ആരാ? PQ. എന്താ ലൈൻ്റെ പേര്? RQ. ഇയാൾ ആർക്ക് പാരലാണ്? RQ ആർക്ക് പാരലാണ്? CDക്ക് പാരലാണ്. അത് നമ്മുടെ AC എന്ന് പറയുന്ന ഡയഗണലിനെ എവിടെ പോയി കൂട്ടിയിടിച്ചു?
ക്യൂവിൽ. അപ്പൊ ചുരുക്കി പറയാം, നമ്മൾ വരച്ച രണ്ടുപേരും എവിടെ വന്ന് കൂട്ടിയിടിച്ചു? ക്യൂവിൽ വന്ന് കൂട്ടിയിടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ആ അല്ല, ഇനി ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടല്ലോ, ദ ലൈൻ ത്രൂ ക്യൂ പാരലൽ ടു എ ബി വായിച്ചായിരുന്നു, മീറ്റ്സ് എ ഡി അറ്റ് ആർ. ഈ ക്യൂവിൽ നിന്ന് വരച്ച വര എ ഡിയെ എവിടെ പോയി കൂട്ടിയിടിച്ചു? ആറിൽ പോയി കൂട്ടിയിടിച്ചു. എവിടെ പോയി കൂട്ടിയിടിച്ചു? ഇരിക്കൂ ഒന്നുകൂടെ. എ ബി സി ഡി ആരാണ്? പാരലോഗൻ. അപ്പൊ എന്തൊക്കെ പ്രത്യേകതയുണ്ട്? എ ബി സി ഡിക്ക് പാരലാണ്, എ ബി സി ഡിക്ക് സമാന്തരമാണ്. എ ഡി ബി സിക്ക് പാരലാണ്, എ ഡി ബി സിക്ക് സമാന്തരമാണ്. ഇനി എന്തോ അടുത്ത ചെയ്ത പരിപാടി? താഴത്തെ വശമായ എ ബിയിലെ ഒരു പോയിന്റ് ആണ് പി. ആ പിയിലൂടെ തീർന്നു. പിയിലൂടെ ബി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ എ സി എന്ന് പറയുന്ന ഡയഗണലിനെ എവിടെ മീറ്റ് ചെയ്തു? ക്യൂവില്. ഓക്കെ, അടുത്തത് ഈ ക്യൂവിലൂടെ, നിർത്തി വെച്ചിരിക്കുന്ന ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂവിൽ നിന്ന് ഒരു പാരലൽ ലൈൻ വരച്ചു. എങ്ങനെ? എ ഡി എ മീറ്റ് ചെയ്യണം. എവിടെ ആരെ മീറ്റ് ചെയ്യണം? എവിടെ മീറ്റ് ചെയ്യേണ്ടത്? ആറിൽ. ഇതിൽ ക്യൂ ആറ് ആർക്ക് പാരലാണ്? സി ഡിക്ക് പാരലാണ്. ആർക്ക് പാരലാണ്? അത്രയും കാര്യം പിടികിട്ടിയോ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ പി ബൈ പി ബി ഈക്വൽ എ ആർ ബൈ ആർ ഡി. ഓക്കെ, നോക്ക ആൻസറിലേക്ക്. ഒന്നാമത്തെ പാർട്ടിന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡിലേക്ക് നോക്കിയിരിക്കണം. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഏതാണ്? അങ്ങനെ ഒരു ട്രയാങ്കിൾ ഈ പടത്തിൽ ഉണ്ടോ? ഉണ്ട്. ഏതാ ട്രയാങ്കിൾ? ഏതാ? അത് മാത്രമായിട്ട് ഞാനൊന്ന് വരയ്ക്കും കേട്ടോ. എ ബി സി. ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? പി ക്യു ആണ്. പി ക്യുവിന്റെ പ്രത്യേകത ആർക്ക് പാരലാണ്? ബി സിക്ക് പാരലാണ് പി ക്യു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയും ഇന്ന് വീണ്ടും ഒന്നുകൂടെ പഠിക്കുകയും ചെയ്ത ഒരു ഐഡിയ പറഞ്ഞാട്ടെ. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു വര മറ്റ് രണ്ട് സൈഡുകളെയും ഒരേ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യും. അപ്പൊ എ പി ബൈ പി ബി ഈക്വൽ എ ക്യൂ ബൈ ക്യൂ സി. ഇക്വേഷൻ നമ്പർ 1. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? അതിലൊരു ചെറിയ സംശയം. ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. എ പി പി ബി ഇവര് രണ്ടുപേര് സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ ഈ പടത്തിൽ ഏതാ? എ ബി സി. അതാണ് ലോജിക്ക്. അല്ല കാണാൻ അടിച്ചോണ്ട് പരീക്ഷയ്ക്ക് എഴുതരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും നിങ്ങളൊന്ന് പറഞ്ഞേ. എ ആറും ആർ ഡിയും സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാണ്? എ സി ഡി അഥവാ എ ഡി സി. ഏതാണ്? കൺസിഡർ ട്രയാങ്കിൾ. അപ്പൊ കാണാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താ ട്രയാങ്കിൾ പേര്? എ ഡി സി. ഏതാണ്? എ ഡി സി. എ ഡി സി. ഇത് വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട്? ആർ ക്യൂ ഉണ്ട് അല്ലേ? ആരുണ്ട്? ഇത് ആറ്, ഇത് ക്യൂ. ഈ ആർ ക്യൂവും സി ഡിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ആർ ക്യൂ സി ഡിയും തമ്മിൽ നടക്കും. ആർ ക്യൂ സി ഡിയോട് എന്താണ്? പാരലാണ്. അപ്പൊ ഒരു ട്രയാങ്കിളില് ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന മറ്റൊരു വര മറ്റു രണ്ട് വശങ്ങളെയും ഒരേ റേഷ്യോയിൽ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. അപ്പൊ പറഞ്ഞാട്ടെ. എ ക്യൂ ബൈ ക്യൂ സി ഈക്വൽ എ ആർ ബൈ
ഇക്വേഷൻ നമ്പർ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇക്വേഷൻ നമ്പർ 1 ഒന്ന് വായിച്ചേ. ഇക്വേഷൻ നമ്പർ 2 ഒന്ന് വായിച്ചേ. വല്ല പ്രത്യേകതയുണ്ടോ? ആ, രണ്ടിടത്ത് എ ക്യൂ ബൈ ക്യൂ സി ഉണ്ട്. എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിയും ഈക്വൽ ആണ്. എന്നിട്ട് ഇവിടെ പറയുന്നു എ ക്യൂ ബൈ ക്യൂ സിയും എ ആർ ബൈ ആർ ഡിയും എങ്ങനെയാണ്? അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്താ പറയാം? വിച്ച് ഇംപ്ലൈസ് എ പി ബൈ പി ബി ഈക്വൽ എ ആർ ബൈ, ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ആണോ? ഇതാണോ പ്രൂവ് ചെയ്യണ്ടേ? ഓക്കെ, ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കൂ. ഓൺലൈൻകാർക്ക് രണ്ടുപേർക്ക് മനസ്സിലായോ? യെസ് സാർ. അപ്പൊ ഇനി നിങ്ങൾ പറയുന്നത് സെക്കൻഡ് പാർട്ട് അവിടെ ഇല്ലെന്നാണോ പറയുന്നത്? അത് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, രണ്ടാമത്തെ പാർട്ടില്ല. എനിക്കൊന്നൊരു മഷി കുറവായിട്ട് അടിക്കാൻ പറ്റുമതായിരിക്കും. ആ, നോക്കൂ. ആ, നിങ്ങളുടെ രണ്ടുപേരും ഓൺലൈൻകാരുടെ രണ്ടുപേരെയും കയ്യിൽ ഇരിക്കുന്ന പുസ്തകത്തിൽ ഇതിനൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ആ, വായിച്ചാട്ടെ. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സമാന്തരികത്തിന്റെ രണ്ട് മൂലകളെ രണ്ടു വശങ്ങളുടെ മധ്യബിന്ദുക്കളുമായി യോജിപ്പിച്ചിരിക്കുന്നു. അതല്ല 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 ഞാൻ ഇപ്പൊ പറഞ്ഞ ചോദ്യം. ആ ചോദ്യത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോന്നോ? ആ ചോദ്യത്തിന് സെക്കൻഡ് പാർട്ട് ഇല്ല. ഇല്ല. ഉണ്ടോ? ഈ എ പി ബൈ പി ബി ഈക്വൽ എ ആർ ബൈ ആർ ഡി എന്ന് മാത്രമേ ഉള്ളൂ, അതോ അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നത്? ആ, എ പി ബൈ പറവളരെ പി ബി ഈക്വൽ എ ആർ ബൈ ആർ ഡി. ഇപ്പൊ പഴയ പുസ്തകത്തിനകത്തിൽ അതിനൊരു പാർട്ട് കൂടെ ഒരു കൊടുത്തിട്ടുണ്ട്. അതെന്തോന്നൊന്ന് പറഞ്ഞാട്ടെ. ആ, എ പി ബൈ എ ബി ഈക്വൽ എ ആർ ബൈ എ ഡി എന്നല്ലേ തെളിയിക്കണ്ടേ? ഇങ്ങോട്ട് നോക്കുക, എല്ലാ ബുക്കും പുസ്തകമൊക്കെ അടച്ചു നോക്കും. അപ്പൊ ഈ ന്യൂമറേറ്റർ മാറരുത്, അത് അങ്ങനെ തന്നെ നിൽക്കണം. എ പി അവിടെയും എ പി ആണ്, എ ആർ അവിടെയും എ ആർ ആണ്. പിന്നെ എന്തുവാ മാറണ്ടേ? ഓക്കെ, ശ്രദ്ധിക്കൊന്നുമില്ല. ഇതിന്റെ രണ്ട് സൈഡിലും ഞാനൊരു 1 അങ്ങോട്ട് കൂട്ടും. എത്ര കൂട്ടുന്നു? 1 ഇല്ലയോ? 1. അങ്ങനെ കൂട്ടിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഇല്ല. കാരണം രണ്ടിടത്തും ഞാൻ കൂട്ടുവാണ്. ഇവിടെ ഇതൊരു ഇക്വേഷനാ. അതിന്റെ ഒരു സൈഡിൽ മാത്രമായി എന്തെങ്കിലും ചെയ്താലേ വാല്യൂ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ഞാൻ രണ്ടിടത്തും എത്ര കൂട്ടുന്നു? 1 കൂട്ടുന്നു. ബോർഡിലേക്ക് നോക്കാം. എ പി ബൈ പി ബി പ്ലസ് 1 ഈക്വൽ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഇടക്കിടക്ക് നോട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്, ഈക്വൽ എ ആർ ബൈ ആർ ഡി പ്ലസ് 1. കുഴപ്പമൊന്നുമില്ലല്ലോ. 1 എന്ന് പറഞ്ഞാൽ 1/1 എന്നല്ലേ അർത്ഥം? 1 എന്ന് പറഞ്ഞാൽ 1/1 എന്നല്ലേ അർത്ഥം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടി അറിയത്തില്ലയോ? ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അനമയ്ക്ക് അറിയത്തില്ല. ഇല്ല. എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഈക്വൽ എ ഡി പ്ലസ് ബി സി ബൈ ബി ഡി. ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ ഇങ്ങനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ പറഞ്ഞാട്ടെ, എ പി ഇൻറ്റു 1 എ പി പ്ലസ് 1 ഇൻറ്റു പി ബി പി ബി ബൈ പി ബി ഇൻറ്റു 1 പി ബി. ഓക്കെ, ഇനി അപ്പുറത്ത് ഇതോന്ന് പറഞ്ഞാട്ടെ സ്റ്റെപ്പ്. എ ആർ പ്ലസ് ആർ ഡി ബൈ, നിങ്ങൾ പടത്തിൽ നോക്കി പറയുക, എ പി പ്ലസ് പി ബി എന്താണ്? പടത്തിൽ നോക്കിയിട്ട് പറയാം. എ പി പ്ലസ് പി ബി എന്താണ്? എ തൊട്ട് പി വരെയുള്ള ദൂരത്തിനോട് പി തൊട്ട് ബി വരെയുള്ള ദൂരം കൂട്ടിയാൽ എന്തോ കിട്ടും?
എ ബി എന്ത് കിട്ടും? അപ്പൊ എ ബി ബൈ എ ബി ബൈ പി ബി, എ ബി ബൈ പി ബി ഈക്വൽ എ ആർ പ്ലസ് ആർ ഡി എന്താണ്? എ ആർ പ്ലസ് ആർ ഡി. എ ആറിനോട് ആർ ഡിയും കൂടെ കൂട്ടിയാൽ എ തൊട്ട് ആറ് വരെയുള്ള ദൂരം, അതിനോട് കൂടി 6 തൊട്ട് ഡി വരെയുള്ള ദൂരം കൂട്ടിയാൽ എ ഡി ബൈ ആർ ഡി. അല്ല, നമുക്ക് എന്ത് തെളിയിക്കണ്ടേ? ഇതാ തെളിയിക്കണ്ടേ? എ പി ബൈ എന്തോ? ഓക്കെ, ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കോളൂ. എ പി ബൈ പി ബി എന്തിനോട് ഈക്വലാ നമ്മൾ തെളിയിച്ചു? എ ആർ ബൈ ആർ ഡിയോട് ഈക്വലാണ്. ഒന്ന് തിരിച്ചിട്ടേ. പി ബി ബൈ എ പി ഈക്വൽ ആർ ഡി ബൈ, അങ്ങനെ തിരിച്ചിട്ടാൽ വല്ല തെറ്റുണ്ടോ? ഇല്ല. കാരണം 1/2 ഈക്വൽ 5/10. 1/2 ഈക്വൽ അല്ലേ? 1/2 എന്ന് പറഞ്ഞാലും 5/10 എന്ന് പറഞ്ഞാലും ഈക്വൽ. ഇത് തിരിച്ചിട്ടെ. 1/2 ആരാകും? 2/1. അതെത്ര? 2. അപ്പുറത്ത് തിരിച്ചിട്ടെ. 10/5. അതെത്ര? അപ്പൊ തിരിച്ചിട്ടാലും ഒരേ ആൻസർ തന്നെയല്ലേ വരത്തുള്ളൂ. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പരിപാടി, രണ്ടിടത്ത് എത്ര കൂട്ടുക? 1 കൂട്ടുക. പി ബി ബൈ എ പി പ്ലസ് 1 ഈക്വൽ ആർ ഡി ബൈ എ ആർ പ്ലസ്, മുമ്പ് ചെയ്തോണ്ട് നിങ്ങൾക്ക് അറിയാം, 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്, 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാട്ടെ. പി ബി പ്ലസ് എ പി ബൈ എ പി ഈക്വൽ ആർ ഡി പ്ലസ് എ ആർ ബൈ, ഇനി പടത്തിൽ നോക്കി പറഞ്ഞേ. പി ബി പ്ലസ്, ഇതാണ് പി ബി ഇല്ലയോ? ഇതാണ് എ പി. രണ്ടുകൂടെ കൂട്ടിയാൽ എ ബി ബൈ എ പി ഈക്വൽ, അപ്പുറത്ത് ആർ ഡി പ്ലസ് എ ആർ കൂട്ടിയാൽ എ ഡി ബൈ എ ആർ. ഇതാണോ കിട്ടണ്ടേ? എ പി ബൈ എ ബി ഈക്വൽ എ ആർ ബൈ എ ഡി എന്നാ കിട്ടേണ്ടത്. നമുക്കെന്തോ കിട്ടിയത്? എ ബി ബൈ എ പി ഈക്വൽ എ ഡി ബൈ എ ആർ എന്നാ. ഇവിടുന്ന് ഇത് കിട്ടാൻ എന്തോ മാർഗം? ഇതൊന്ന് തിരിച്ചിട്ടാ പോരെ. അപ്പൊ എന്തോ കിട്ടും? എ പി ബൈ എ ബി ഈക്വൽ ടു എ ആർ ബൈ എ ഡി. നിങ്ങൾ പറയുന്നത് ഈ സെക്കൻഡ് പാർട്ട് എവിടെ ഇല്ല? നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിനകത്ത് ഇല്ല. അപ്പൊ നിങ്ങൾ എഴുതണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ട് മാത്രം എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഓക്കെ, ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ കാര്യങ്ങൾ? ഓക്കെ, റിപ്പീറ്റ് എഴുതുമ്പോൾ അവിടെ വരെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ വരെ നിൽക്കട്ടെ. ഇനിയുള്ള കണക്ക് 10 മിനിറ്റ് കൊണ്ട് തീരത്തില്ല. ഇനി ഒരു 2 കണക്കോട് പഠിപ്പിക്കുമ്പോൾ ആ സെക്ഷൻ എന്ത് ചെയ്യും? തീരും. അടുത്ത ദിവസ ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷനും അതിന്റെ എക്സസൈസും പഠിക്കാം. ഓക്കെ, എഴുതിയാൽ മതി. ഓൺലൈൻകാർക്ക് ക്ലിയർ ആയോ? എത്രയും? ഓക്കെ, ഡയറി എടുത്താട്ടെ.